ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്വർഗരാജ്യത്തെ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം എന്ന് പറയുകയാണ്. ഇനി ഈ വല സ്വർഗരാജ്യമല്ല, മറിച്ചോ ആ സ്വർഗരാജ്യത്തിലേക്ക് ശേഖരിക്കുവാനായിട്ടാണ് ഈ വല എറിയപ്പെടുന്നത്. വിവിധ തരം മത്സ്യങ്ങൾ അതിൽ അകപ്പെടും. വീണ്ടും അത് കരയ്ക്ക് വലിച്ചതിന് ശേഷം അതിൽ ഉപയോഗം ഉള്ളതിനെ പാത്രങ്ങളിലേക്കും അല്ലാതിനെ വലിച്ചെറിയുകയും ചെയ്യുന്നു. അത് കടലിലുമല്ല കരയിലുമല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വീണ്ടും കടലിലേക്കുമല്ല എന്നാൽ സ്വർഗത്തിലേക്കുമല്ല എന്നതിനാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വല കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇനി ഈ തെരഞ്ഞെടുക്കപ്പെടുന്നത് എപ്പോഴാണ്? വലയിൽ ശേഖരിക്കപ്പെട്ടതിനെയാണ്. ഇനി അതിനു മുമ്പ് ഈ വലയിൽ അകപ്പെടുക എന്നുള്ളത് എന്താണ്? നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾക്ക് ഇപ്രകാരം ചിന്തിക്കാവുന്നതാണ്: തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്, എന്നാൽ വിളിക്കപ്പെട്ടവർ അനേകം എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കറിയാം, നമ്മൾ പരീക്ഷകൾ എഴുതിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളാവാം, മറ്റുള്ളവർ പരീക്ഷയ്ക്ക് പോകുന്നത് കാണാം. ഇനി ഈ ബോർഡ് എക്സാമുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അതായത് ആ പരീക്ഷാ ഹാളിലേക്ക് ഒരു ഹാൾ ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റുമായിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ആ ഹാൾ ടിക്കറ്റ് ലഭിച്ചവർക്കെല്ലാം പാസ്സാകാൻ സാധിച്ചു എന്ന് വരത്തില്ല. എന്നാൽ ഹാൾ ടിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ ഞാൻ പാസ്സായി എന്ന് പറയുവാനും നമുക്ക് സാധിക്കുകയില്ല. അത് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ പരീക്ഷ എഴുതുവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അനുമതിയാണ്. ഇനി ആ പരീക്ഷയ്ക്ക് പഠിച്ച് ഒരുങ്ങി പാസ്സാകണം എന്ന് പറഞ്ഞ പോലെയാണ്. ഈ വല എറിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശേഖരിക്കുവാനാണ്. ഇനി ആ ശേഖരിച്ചതിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ഇപ്രകാരം ചിന്തിച്ചു: ദൈവമാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്, ആയതിനാൽ നമുക്കെല്ലാം സ്വർഗരാജ്യം ഉണ്ട് എന്ന്, സ്വർഗരാജ്യത്തിൽ പോകുവാനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന്. എന്നാൽ അതല്ല, വലയെറിയപ്പെട്ടു, ശരിയാണ്. എന്നാൽ അവിടെ നിന്നും ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അത് ഇപ്രകാരമാണ്: ദുഷ്ടജനങ്ങളിൽ നിന്നും നീതിമാന്മാരെ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രതിഭാസമാണ് അത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇനി ഈ വലയാകുന്ന തിരുസഭയിൽ അകപ്പെട്ടവർ തന്നെയാണ് നാം ഓരോരുത്തരും, അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ കാലം വരുന്നതേ ഉള്ളൂ. അതിൽ ഉപയോഗശൂന്യമായതിനെ എടുത്തു കളയുന്നത് പോലെ സംവഹിക്കപ്പെടുവാനായിട്ട് യോഗ്യതയില്ലാത്ത ആത്മാക്കളെ എടുത്ത് നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും എന്നുള്ളതാണ്. ആയതിനാൽ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിലോ തിരുസഭയുടെ അംഗമായതിൻ്റെ പേരിലോ നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് കരുതേണ്ട. ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുസഭയാകുന്ന വലയ്ക്കുള്ളിൽ ആയിരിക്കുന്നു എന്നതേ ഉള്ളൂ. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ആ തെരഞ്ഞെടുപ്പിൽ വിജയികളാകുവാനായിട്ട് വേണ്ടത്ര യോഗ്യതയോടുകൂടി ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് യോഗ്യതരായിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി